ആഴ്ചയിൽ 7 ദിവസം ആഴ്ച ഫുള്ള് നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ പോലും മാറി മാറി ഇടാനുള്ള അത്രയും കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓഫീസ് വെയർ കളക്ഷൻ്റെ വേടിയാണ്. നിങ്ങൾക്കിത് 399 മുതൽ കുർത്തികളും 499 മുതൽ കോഴ്സെറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ മിസ്സാക്കേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള 8 ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മോണോക്രോം കോഴ്സെറ്റും അതേപോലെ കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ. ഇതിൻ്റെ പല ഷെയ്ഡ് നമുക്ക് വീഡിയോയിൽ എത്രമാത്രം കറക്റ്റ് ഷെയ്ഡിൽ കാണിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് റാണി പിങ്ക് ഷെയ്ഡാണേ. ഇതേപോലെ വരും. നല്ലൊരു മാൻഡ്രിൻ കോളർ നെക്കിൽ പോട്ടി ബട്ടൻ്റെ ഹൈലൈറ്റിംഗ് ഒക്കെ കൂടി ചെയ്തിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ കളക്ഷനാണ്. സ്റ്റാൻഡേർഡിനൊരു കുറവുമില്ല, എന്നാൽ നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്കൊരു ഓഫീസിൽ വെയർ ചെയ്ത് പോകാൻ പറ്റിയൊരു കളക്ഷനാണ്. 3/4 സ്ലീവ് ലെങ്ത് വരുന്നുണ്ട്. 46-47 ഇഞ്ച് ലെങ്തിലാണ് ഇതിൻ്റെ ഒരു കുർത്തി വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഫുള്ളി എലാസ്റ്റിക് ബേസ് ബാറ്റോട് കൂടിയിട്ടുള്ളൊരു ബോട്ടോ നമ്മൾ പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ കളക്ഷനാണ്, ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. കുർത്തിയായിട്ടും കോട്ട്സെറ്റായിട്ടും നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ്. എല്ലാം ഒരേ പാറ്റേണിൽ ചെയ്തേക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാം വേറെ ചെയ്ത് കാണിക്കുന്നില്ല. ബാക്കി ഷെയ്ഡ്സ് കൂടെ നമുക്ക് കാണാം. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ്. ഒന്നും തന്നെ ഓവറായിട്ടുള്ളൊരു ഷെയ്ഡ്സ് അല്ല, എല്ലാം തന്നെ എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ട് ആവുന്ന രീതിയിൽ വന്നിട്ടുള്ള കളർ ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മാൻഡ്രിൻ കോളർ നെക്കിലാണ്. നിങ്ങളിതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഒന്ന് നോക്കൂ കേട്ടോ. 399 കുർത്തിയാണിത്. അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കുന്നത്. 399. അതേപോലെ ഫുള്ളി ഫുള്ളായിട്ട് ഓവർലോക്കൊക്കെ ചെയ്തിട്ടാണ്. ഇതേപോലെ ഫുൾ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുള്ള കളക്ഷനാണ്. കോഡ് സെറ്റ് വരുന്നത് 499 മാത്രമേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഇതൊരു നഷ്ടമാവില്ല. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. വത്തിക്കാനാണ് ഫാബ്രിക് വരുന്നത്. ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇതേപോലെ വരും കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ട് ആകുന്ന നല്ലൊരു കളക്ഷൻ കേട്ടോ. വൃത്തിയായിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ്. ഇതേപോലെ കോഡ് സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. കുർത്തിയുടെ റേറ്റ് വരുന്നത് 399 ആണ്. കോഡ് സെറ്റിന് 499 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ നിന്ന് കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നത് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പ്രിൻ്റൊക്കെ ഇട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോണോക്രോം കോഡ് സെറ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇനി അതെല്ലാം കുർത്തിയായിട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒരു ചെങ്കല്ലിൻ്റെ കളർ എന്നൊക്കെ പറയാൻ പറ്റിയൊരു കളറാണേ. ഇതേപോലെ വരും. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളി ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള പലാസോ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുർത്തി മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ അവൈലബിൾ ആണ് കേട്ടോ. വളരെ കംഫർട്ടായിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കളക്ഷനാണ്. വത്തിക്കാൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. 46-47 ഇഞ്ച് ലെങ്ത് വരും. സൈഡ് സ്ലിറ്റിൽ ചെയ്തിട്ടുള്ള കോളർ നെക്കോട് കൂടി ചെയ്തിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ടിൻറ്റ് കൂടി നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയാവേ. ഇതൊക്കെ റയർ ഷെയ്ഡ്സ് ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ട് ആകുന്ന ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു യെല്ലോ ടിൻറ്റ് കൂടി നിൽക്കുന്ന ഒരു മെഹന്തി ഗ്രീൻ എന്ന് വേണമെങ്കിൽ ഈ കളറിനെ പറയാം കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക. ഏകദേശം ഒരു 90% നമുക്ക് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോയിലും ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എടുക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഫോട്ടോസ് അയച്ചു തരാമെന്നുള്ളത് കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാക്കാൻ. പക്ഷേ നമുക്ക് ഫോട്ടോയിൽ ഒട്ടും നമുക്കിപ്പോൾ വീഡിയോയിലാണ് കുറച്ചെങ്കിലും ഇതിനോടൊരു സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് തോന്നും. നമ്മൾ ഫിൽറ്റർ ഒന്നും ഇടുന്നില്ല. എന്താണോ റോ ആയിട്ടുള്ള വീഡിയോ തന്നെയാണത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു 90-95% ഒരു സെയിം ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കാണുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ. ആഷെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. കോഡ് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ്. അതല്ല കുർത്തി മാത്രമായിട്ട് മതിയെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. 499 ആണ് കോഡ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. 399 ആണ് നമ്മുടെ കുർത്തിയുടെ റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാവുക. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡല്ല, ഒരു
ഒരു വേറൊരു ഗ്രീനാണ് അത്. എനിക്കതിൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് പറഞ്ഞു തരാൻ അറിയില്ല. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അതിനോടൊരു സിമിലറായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് കറക്റ്റ് ഷെയ്ഡ് എന്ത് പറയണമെന്നുള്ള അതറിയില്ല. ഈ ഒരു കളറൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരു നിരാശപ്പെടേണ്ട ഒരു കാര്യം വരില്ല. ഇതാ ഇതേപോലാണ് കേട്ടോ വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വത്തിക്കാൻ സിൽക്കിൽ വന്നിട്ടുള്ള കോൺസെപ്റ്റാണ്. കണ്ടോ, ബോട്ടം ഇങ്ങനെ വരും. കുർത്തി തന്നെ അവൈലബിൾ ആണ്, വിത്ത് ബോട്ടത്തോട് കൂടിയിട്ടും അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. 2 യെല്ലോ ഷെയ്ഡ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 2 അല്ല, ടോട്ടൽ 3 ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ചതിൻ്റെ അതിനോട് അതിൽ നിന്നും കുറച്ചൊരു ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. അതുകൊണ്ട് ഈ യെല്ലോ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതൊന്ന് എടുത്ത് പറയണം. ആദ്യം കാണിച്ച യെല്ലോ ആണോ അതോ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള യെല്ലോ ആണോ എന്നൊന്ന് എടുത്ത് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ നമുക്കതത്ര നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതത്ര ക്ലാരിറ്റിയിൽ മനസ്സിലാവില്ല. ഇതേപോലെ കേട്ടോ, ബ്യൂട്ടിഫുൾ കളറാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. ഒരു 6 ഷെയ്ഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി മാറി ഓരോ ദിവസവും നമുക്ക് ഇട്ടിട്ട് പോകാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ലാസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കേട്ടോ. ഇതേപോലെയാണ് കുർത്തി ബോട്ടം സെറ്റ് വരുന്നത്. ഒത്തിരി പേര് മോണോക്രോം കോഡ് സെറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഡ് സെറ്റായിട്ടും അല്ലെങ്കിൽ പ്രിൻറ്റഡ് കുർത്തി വിത്ത് പ്ലെയിൻ ബോട്ടം അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ മോണോക്രോം കോഡ് സെറ്റുകൾക്ക് അങ്ങനെ ഉള്ള കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം പലരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് ചെയ്യാമോ എന്നുള്ളത്. ഏകദേശം 1 വർഷത്തോളമായി നമ്മൾ കോട്ടൺ സിൽക്കിൽ ഇതേപോലെ ഒരു കോഡ് സെറ്റ് മോണോക്രോമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു കളക്ഷൻ എൻക്വയറി വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഒരുപാട് പേര് മോണോക്രോം കോഡ് സെറ്റുകൾ വെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ കളക്ഷനാണ്. ഇനി ഇതെല്ലാം കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കും ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു കളക്ഷനാണ്. ബ്യൂട്ടിഫുൾ കോഡ് സെറ്റാണ്. കുർത്തി തന്നെയായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് XXL സൈസിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്ര വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 399 കുർത്തിയും 499 കോഡ് സെറ്റ് വേണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് പറയാനുള്ളത് റീസെല്ലേഴ്സിനോടാണ്. നിങ്ങൾക്കും ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. ഒരു നമ്പറിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കിട്ടും. പക്ഷേ ഫോട്ടോസിലുള്ള ഒരു വിഷയം കറക്റ്റ് ഷെയ്ഡ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷയമാണ്. എങ്കിലും മാക്സിമം ആ ഒരു കളറിനോട് ജസ്റ്റിസ് ചെയ്യുന്ന രീതിക്ക് തന്നെ നമ്മൾ ഫോട്ടോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും നിങ്ങൾക്കും റീസെൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബൾക്കായിട്ട് ഈ ഒരു കളക്ഷൻ വേണമെന്നുള്ള ആൾക്കാർക്കും കോൺടാക്ട് ചെയ്യും. ഹോൾസെയിലായിട്ട് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.